പ്രൈസ് ലോർഡ്. 37-ാം സങ്കീർത്തനം 23-ാം വാക്യം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ലോകത്ത് 2 തരത്തിലുള്ള ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, സർവശക്തനായ നമ്മുടെ ദൈവവും. 2, പിശാചും. ദൈവം സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവ് ആയതുകൊണ്ട് സൃഷ്ടാവ് എന്ന രീതിയിൽ സകലത്തിലും അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും ഓടിപ്പോകരുതെന്ന്, അല്ലെങ്കിൽ ദൈവസന്നിധി വിട്ട് നാം മറ്റൊരു പാതകളിലേക്ക് സഞ്ചരിക്കരുതെന്ന് ദൈവം എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിശാച് അതല്ല ആഗ്രഹിക്കുന്നത്. എങ്ങനെയും പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ നമ്മെ അവൻ്റെ വരുതിയിലാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവൻ നമ്മെ കൈപിടിച്ച് വീഴാതെ ആ സുരക്ഷിത വലയത്തിനുള്ളിൽ എപ്പോഴും നമ്മളെ നിർത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ മാത്രം പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ നിന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ വീണു പോകാതെ, ഞാൻ നിലം പരിചാകാതെ എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളണം. കാരണം ഞാൻ നിനക്കുള്ളവനാണ്. നീ എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവിക ഹൃദയപ്രകാരം നടക്കുവാനായിട്ട് എന്നെയും യോഗ്യനാക്കണമേ എന്ന് ഓരോ നിമിഷങ്ങളും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ഒരു തിന്മകളും നമ്മെ സ്പർശിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ദൈവമേ, വിശുദ്ധിയിലും ദൈവമേ അങ്ങയുടെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുവാനായിട്ട് എന്നെയും ഇടയാക്കണമേ. അവിടുത്തേക്ക് കർത്താവെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരിക്കലും കർത്താവെ വീണു പോകാതെ കർത്താവെ ദൈവസന്നിധിയിൽ ഉറപ്പോടും ധൈര്യത്തോടും പ്രത്യാശയോടും നിൽക്കുവാനും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനുമുള്ള ആ വലിയ ദൈവകൃപ അടിയങ്ങളിൽ തരണമേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും നാം വീണു പോകുവാനായിട്ട് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്നുള്ള ഈ ഒരു വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ടേക്ക് യാത്ര തുടരാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.